ജിനോസ് അക്കാഡമി ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു OET ലിസണിംഗിൽ എങ്ങനെയാണ് മാർക്ക് ചോർന്നു പോകുന്നത്. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാർട്ട് എയിൽ 4 മാർക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പരാതിയാണ്, ലിസണിങ് ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്, ലിസണിങ്ങിൽ എത്ര ചെയ്തിട്ടും മാർക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ ആൻസർ എല്ലാം എഴുതിയതാണ്, പക്ഷെ എവിടെയാണ് ഈ മാർക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മാർക്ക് എങ്ങോട്ട് പോകുന്നു അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനൊരു വഴിയുണ്ട്. ആ ഒരു ഐഡിയ, അതായത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മാർക്ക് എവിടെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരലാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. OET ലിസണിങ്ങിൽ നമ്മുടെ മാർക്ക് ചോർന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോമോഫോൺസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷെ സ്പെല്ലിങ്ങും മീനിങ്ങും ഒക്കെ ഡിഫറെന്റ് ആണ്. അത് പല കുട്ടികൾക്കും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ ഒരു ഹോമോഫോൺസിന്റെ വീഡിയോ ചെയ്തപ്പം ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരുപാട് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ OET ലിസണിങ് സബ് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് ബോഡി പാർട്സ്, മിനിമം ഒരു 24 ആൻസറിൽ ഒരു 4 എണ്ണമെങ്കിലും ബോഡി പാർട്സ് നമുക്ക് ആൻസർ ആയിട്ട് എപ്പോഴും വരാറുണ്ടല്ലേ. കാരണം എപ്പോഴും പേഷ്യന്റ് അസുഖം ഉണ്ടാവും, അത് ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് റിലേറ്റഡ് ആയതായിരിക്കും. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 4 ആൻസർ ബോഡി പാർട്ടിൽ നിന്നും വരാറുണ്ട്. അപ്പം ഇങ്ങനെ ബോഡി പാർട്ടിൽ നിന്നും ആൻസർ വരുന്ന സമയത്ത് ഇതിൽ തന്നെ സിംഗുലറും പ്ലൂറലും കാറ്റഗറിയിൽ വരാറുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയാതെ ഉത്തരം എഴുതുമ്പോൾ ചില സമയത്ത് നമ്മുടെ മാർക്ക് പോകും. എവിടെയാണ് ആ മാർക്ക് പോകുന്നത്? ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാം. അതായത് ടീത്ത്. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ടീത്ത്, ടൂത്ത്, ഏതാണ് സിംഗുലർ, ഏതാണ് പ്ലൂറൽ അറിയാവോ? അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് തെറ്റ് വരുത്തുന്നത്. ഇതുപോലെ തന്നെ സിംഗിൾ വേർഡ് ആയിട്ട് എഴുതുന്ന ബോഡി പാർട്സ്, അത് ഏതൊക്കെ ആൻസർ ആണ് അതിൽ വരുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുന്ന ബോഡി പാർട്ടുകൾ ഏറ്റവും കേട്ടുകേൾവിയുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ എഴുതുമ്പം നമ്മൾ മാറ്റി എഴുതി നശിപ്പിച്ച് കളയാ ഒരു ആൻസർ അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ കൂടെ നിങ്ങളുടെ മാർക്ക് ചോർന്നു. അപ്പം ജിനോസ് അക്കാഡമി ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു OET ലിസണിങ്ങിൽ എങ്ങനെയാണ് മാർക്ക് ചോർന്നു പോകുന്നത്. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാർട്ട് എയിൽ 4 മാർക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിലും കൂടെ പിക്ചർ സഹിതമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ സിംഗുലറും പ്ലൂറലും വരുമ്പോൾ നമ്മുടെ വിചാരം ഒരു എസ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു സിംഗുലർ ഒരു വേർഡിന് ഒരു എസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറലാക്കി മാറ്റാം, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്ലൂറൽ മീനിങ് ആണ് എന്നൊരു തെറ്റിദ്ധാരണയുള്ളവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൂട്ട്. ഓക്കെ, ഫൂട്ട് എന്ന് പറയുമ്പം സിംഗുലർ ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്ലൂറൽ എന്താണ്? അപ്പോൾ പലരും എന്തിടും? ഫൂട്ട്സ് ഇടും. എസ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് സാധനം എന്തായി, പ്ലൂറലായി എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല. ഈ ഫൂട്ടിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഫീറ്റ് ആണ്. FEET, ഫീറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് നിങ്ങൾ എസ് ഇട്ട് കഴിഞ്ഞാൽ മീനിങ് കറക്റ്റ് ആവത്തില്ല. ഇനി അതുപോലെ വരുന്ന മറ്റൊരു തെറ്റാണ് ടീത്ത്. ടീത്ത് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. ഓക്കെ, ടീത്ത് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പം അതിൻ്റെ സിംഗുലർ ഏത് വരും? ടൂത്താണ്. ഓക്കെ, ടൂത്ത് അതിൻ്റെ സിംഗുലറും ടീത്ത് അതിൻ്റെ പ്ലൂറലും. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ടീത്ത്സ് എന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു എസ് കൊണ്ട് മാത്രം ഒരു വേർഡിനെ നമുക്ക് സിംഗുലറിൽ നിന്നും പ്ലൂറലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പറ്റുന്ന വേർഡുകളുണ്ട്, പക്ഷെ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണം. ഇനി നമുക്ക് OET ലിസണിങ്ങിൽ ബോഡി പാർട്സ് വരുമ്പോൾ കുട്ടികൾ വല്ലാതെ തെറ്റിക്കുന്നൊരു മേഖലയാണ് ബോഡി പാർട്സ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം പേഷ്യൻറ്റിന് അപ്പർ ലിപ്പിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓഡിയോയിൽ പറഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്? അപ്പർ ലിപ്പാണോ, ലോവർ ലിപ്പാണോ, അത് ലിപ്സ് എന്നാണോ പറയുന്നത്? എന്താണ് പറയുന്നത് കേട്ടിട്ട് ഓഡിയോയിൽ എന്ത് പറയുന്നു അത് എടുത്തെഴുതാനായിട്ട് ശ്രമിക്കും. ഇപ്പം അപ്പർ ലിപ്പിലാണ് പ്രോബ്ലം എങ്കിൽ, ഒരു ലാസറേഷൻ വന്നു, അത് അപ്പർ ലിപ്പിലാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ലിപ്സ് എന്ന് എടുത്തെഴുതിയിട്ട് ഒരു കാര്യമില്ല. എന്താണ് അവിടെ ഓഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് അത് തന്നെ എടുത്ത് എഴുതിയാൽ ആ സെൻറ്റൻസ് കംപ്ലീഷനും അതേ മീനിങ്ങും നമുക്കവിടെ കൺവേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് ഒരു ഇഷ്യൂ ആയിട്ട് സ്റ്റുഡൻസിൻ്റെ
ഇതിൻ്റെ ഇടയിൽ വരാറുണ്ട്. ഇനി ഞാൻ ഈ ലിപ്സ് പറഞ്ഞതുപോലെ തന്നെ പെയർഡ് ഓർഗൻസ് വരുമ്പോൾ, ഓക്കെ, അതായത് 2 ഓർഗൻസ്, ഇപ്പോൾ കൈയും കാലൊക്കെ നമുക്ക് 2 ഉണ്ട്, അങ്ങനെ പെയർഡ് ഓർഗൻസ് വരുമ്പോഴാണ് കൂടുതലും കുട്ടികൾ തെറ്റ് വരുത്താറുള്ളത്. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഐസ്, ഇപ്പം ഒരു പേഷ്യൻറ്റിന് റൈറ്റ് ഐയിൽ കാറ്ററാക്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതും? റൈറ്റ് കേൾക്കാതെ ഐസ് എന്ന് മാത്രം എടുത്തെഴുതും. അപ്പോൾ അങ്ങനെ ഐസ് എഴുതുമ്പോൾ എന്താ, 2 കണ്ണിലും കാറ്ററാക്ട് ഉണ്ട് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം പോകുന്നത്. പക്ഷേ അവിടെ പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റ് ലെഫ്റ്റ് ഐയിലാണ് റൈറ്റ് ഐയിലാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഐ ആണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾ എടുത്തെഴുതാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഐസ് എന്ന് മാത്രം എഴുതരുത്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പം ഫ്രാക്ചർ വരുമ്പം റൈറ്റ് ലെഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് ഏത് പെർട്ടിക്കുലർ ഓർഗനെ ആണ്, അല്ലെങ്കിൽ ഏത് പെയർഡ് ഓർഗൻസ് വരുമ്പോൾ അത് ഏത് സൈഡിലുള്ളതാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളത് അത് അങ്ങനെ തന്നെ ഓഡിയോയിൽ കേൾക്കുന്നത് പോലെ എടുത്തെഴുതി. ഇത് ശരിക്കും നിങ്ങളുടെ മാർക്ക് പോകുന്ന ഒരു മേഖലയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ലിസണിങ്ങിൽ മറ്റൊരു തെറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഒരു മിസ്റ്റേക്ക് കുട്ടികളിൽ കൂടുതലും വരുന്നത്, നമുക്കിപ്പം നമ്മൾ മുമ്പ് ഹോമോഫോൺസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കേൾക്കുമ്പം ഒരുപോലാണ് പക്ഷേ സ്പെല്ലിങ്ങും അർത്ഥമൊക്കെ മാറി വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഒരു നല്ലൊരു രീതിയിൽ നമ്മുടെ ലിസണിങ്ങിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഹോമോഫോൺസിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെഷൻ കാണണം, കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഹോമോഫോൺസ്. ഓക്കെ, അപ്പം നോക്ക് നമ്മൾക്കിപ്പം ബിയേർഡ് എന്ന് കേൾക്കുമ്പോൾ, ഓക്കെ, ബിയേർഡ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾ സ്പെല്ലിങ് എഴുതുക? ചിലർ ബേർഡിൻ്റെ സ്പെല്ലിങ് എഴുതി വെക്കാറുണ്ട്, ചിലർ വെയിറ്റ് ബിയറിങ്ങിൻ്റെ ആ ഒരു സ്പെല്ലിങ് എഴുതി, അങ്ങനെ പല രീതിയിൽ പലരും സ്പെല്ലിങ് എഴുതാറുണ്ട്. അപ്പം ബിയേർഡ് എന്ന് കേൾക്കുമ്പോൾ BEARD, ബിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, താടിയാണ് അല്ലേ, താടി. അപ്പം മേ ബി പേഷ്യൻ്റ് താടിയിലായിരിക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത്. പക്ഷെ നമ്മൾ ബേർഡ് എന്നും ബിയറിങ്ങിൻ്റെ അതൊക്കെ എടുത്ത് സ്പെല്ലിങ് പല രീതിയിൽ തെറ്റായിട്ട് എഴുതി വെക്കാറുണ്ട്. അപ്പം കേട്ടിട്ട്, ഓക്കെ, ഓഡിയോ കേട്ടിട്ട് കൃത്യമായിട്ട് സ്പെല്ലിങ് കൂടെ എഴുതുക. അപ്പം നമ്മൾ ബേർഡ് ഒരു ബോഡി പാർട്ടാണ് താടി എന്ന് പറയുമ്പോൾ, അതിന് പകരം ബേർഡിൻ്റെ സ്പെല്ലിങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ശരിയാവുമോ? ഒരിക്കലും ശരിയാവത്തില്ല. അപ്പം കേട്ടിട്ട് കൃത്യമായ സ്പെല്ലിങ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് മുസ്താഷ്. മുസ്താഷ് എന്ന് പറഞ്ഞാൽ പലരും ഹിന്ദി വേർഡാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇത് ശരിക്കും എന്താണ്? മീശ അല്ലേ, മീശയുടെ ഇംഗ്ലീഷാണ് മുസ്താഷ്. ഇതിന് 2 സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ, 2ഉം ആക്സെപ്റ്റബിൾ ആണ്. 2ഉം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. MOUSTACHE എന്നും നമുക്ക് എഴുതാം, MUSTACHE എന്നും നമുക്ക് എഴുതാം. അതായത് ഒരു O ഉണ്ട്, ഒന്നിലുണ്ട്, ഒന്നിലില്ല, അങ്ങനെ 2ഉം ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അതെന്താണ്? മീശയാണ് കേട്ടോ, മീശയാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം നമുക്ക് പല സാഹചര്യങ്ങളിലും ഇത് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ചില വേർഡ്സുകൾ, ഓക്കെ, ചില ബോഡി പാർട്ടുകൾ നമ്മൾ എഴുതുമ്പോൾ 1 വേർഡായിട്ട് എഴുതിയാൽ മതി, സ്പ്ലിറ്റ് ചെയ്ത്. അത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഫോർഹെഡ് എഴുതുമ്പം, ഫോർഹെഡ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ് അല്ലേ ഫോർഹെഡ് എന്ന് പറയുമ്പം. ഓക്കെ, ഇത് നമ്മൾ ഫോർ ഹെഡ് എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട ഒരാവശ്യമില്ല, ഫോർ ഹെഡ് എന്ന് ഒരുമിച്ച് എഴുതിയാൽ മതി. ഇനി ഐബ്രോ എഴുതുമ്പോൾ, ഓക്കെ, ഐബ്രോ എന്ന് എഴുതുമ്പോൾ ഐ ഇട്ടിട്ട് ബ്രോ വേറെ ഇട്ടിട്ട് അല്ലേ, ഐബ്രോ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. സ്പ്ലിറ്റ് ചെയ്യേണ്ട, ഇതൊക്കെ ഒറ്റ വേർഡാണ്. ഇനി ഐബ്രോ പോലെ തന്നെ മറ്റൊരു വേർഡാണ് ഐലാഷ്. ഐലാഷും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട, ഒരുമിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ലിസണിങ്ങിൽ മിസ്റ്റേക്ക് വരുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ബോഡി പാർട്ടിൻ്റെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ കോമൺലി വരുന്ന തെറ്റുകളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ടങ്ങിൻ്റെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ TONGUE ആണ് ടങ്ങിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. പക്ഷേ ചില കുട്ടികൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എഴുതി പോകുന്നതും ഇത്രയും ചെറിയൊരു സിമ്പിളായിട്ടുള്ള സാധനം സ്പെല്ലിംഗ് എന്തുകൊണ്ട് തെറ്റിക്കുന്നു നമുക്ക് തോന്നി പോകാറുണ്ട്. നോക്കൂ, TONGE എന്ന് ടങ്ങിൻ്റെ സ്പെല്ലിംഗ് എഴുതിയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം നിങ്ങളുടെ മാർക്ക് പോയില്ലേ? ശരിയാണ്, നിങ്ങൾ ഉത്തരം എഴുതി, പക്ഷേ സ്പെല്ലിങ് തെറ്റാണ്, നമ്മുടെ മാർക്ക് പോയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ വരുത്താതിരിക്കുക. അതുപോലെ തന്നെ ആംപിറ്റ് എന്ന് പറയുന്നത്, ആംപിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കക്ഷം എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. അപ്പോൾ അതിനിങ്ങനെ ഇതാണ് കക്ഷത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിങ് ARMPIT എന്നാണ് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള ബോഡി പാർട്ട് വരുമ്പോൾ ഒട്ടും കേട്ട് ഫെമിലിയർ അല്ലാത്ത പോലെ കുട്ടികൾക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ സ്പെല്ലിങ് എഴുതാനും അല്ലെങ്കിൽ അത് തെറ്റെഴുതുന്ന കുട്ടികളും ഉണ്ട്. കാരണം നമ്മളിപ്പം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം, അതിനകത്ത് ഒരു കേട്ടുകേൾവി കുറവുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് സ്കള്ള് എഴുതുമ്പോൾ കുട്ടികൾ എപ്പോഴും ഒരെല്ലേ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പെല്ലിങ് തെറ്റില്ല. ഉത്തരം നിങ്ങൾ എഴുതിയാൽ പോലും എന്താണ്, നമ്മുടെ 2 L നിങ്ങൾ ഇട്ടില്ലെങ്കിൽ നമ്മുടെ അവിടെ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ചീക്കിൻ്റെ സ്പെല്ലിങ് CHEEK എന്നാണ് സ്പെല്ലിങ് വരുന്നത്. പക്ഷേ കുട്ടികൾ CHEAK എഴുതാറുണ്ട്, CHECK എഴുതാറുണ്ട്. അങ്ങനെ
ചെക്ക് അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അപ്പം ചീക്കിന് പകരം ചെക്ക് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, പേഷ്യൻ്റെ ചീക്കിൽ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ പോയിട്ട് അവിടെ ചെക്കിൽ ഇൻഫെക്ഷൻ ആണെന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം ശരിയാവുമോ? ഒരിക്കലും ശരിയാവത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള കോമൺ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഇതുപോലെ കുട്ടികൾ തെറ്റിക്കുന്നത്. ഹാർട്ടിൻ്റെ സ്പെല്ലിംഗ് ആണ്. ഹാർട്ട് എന്ന് കേൾക്കുമ്പോൾ ഹേർട്ട് എന്ന് എഴുതുന്നവരുണ്ട്. HEART ആണ് ഹാർട്ട് വരുന്നത്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഹാർട്ടാണോ ഹേർട്ടാണോ എന്തോ ഒന്ന് കേട്ടു, HURT എഴുതി. അപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പം ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ പോയിട്ട് HURT എഴുതി കഴിഞ്ഞാൽ മീനിങ് കറക്റ്റ് ആവും? ഇല്ല, തെറ്റാണല്ലോ. അപ്പം നമ്മുടെ ടോട്ടലി നമ്മുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചൊരു ആൻസർ വേസ്റ്റ് ആയിപ്പോൾ. അപ്പം ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് റിപ്പീറ്റഡ്ലി കുട്ടികളിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്പെല്ലിങ് സഹിതം ഞങ്ങൾ സ്ക്രീനിൽ കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതിയിടണം. കാരണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ പാർട്ട് 2ഓ 3ഓ ഒക്കെ വേണോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു കമന്റ് ബിലോ ദിസ് വീഡിയോ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് സെഷനായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.